ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ട്. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ വീഡിയോസ് ചെയ്തിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഒരാഴ്ചയോളം തീരെ സുഖമില്ലായിരുന്നു. വരുന്ന അന്നേ ഞാൻ ജലദോഷം പിടിച്ചിട്ടാണ് വന്നത്. പിന്നെ ആ ജലദോഷം പനി മാറിയിട്ട് ഛർദിയായി. അപ്പോൾ മഞ്ഞപ്പിത്തുണ്ടോ അങ്ങനെയൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അൽഹംദുലില്ലാ അതൊന്നും ഉണ്ടായില്ല. പിന്നെ എന്തായാലും അതും ഒക്കെ മാറിയിട്ട് ഇപ്പോഴാണ് ഞാനൊന്നിങ്ങനെ സ്റ്റേബിൾ ആവണത്. അപ്പോഴത്തേക്കും സ്കൂളും തുറക്കാനായി, എനിക്ക് ക്ലാസ് തുടങ്ങാനായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഭയങ്കര റഷിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുത്തൂൻ്റെ നിക്കാഹും കാര്യങ്ങളും, അപ്പോൾ അതിനുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ബിസി ആയിരുന്നു കുറേ ദിവസമായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ കാണണം. ഭയങ്കര കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കാനായി. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും സ്കൂൾ തുറക്കുന്ന തലേന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും മേ ബി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഹാദിക്ക് ബുക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പൊതിയാനും കാര്യങ്ങളും, പിന്നെ അതുപോലെ എനിക്ക് എക്സാം ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഇക്കാനടുത്ത് നിന്ന് പോകുന്നത് തന്നെ എനിക്ക് എക്സാം ഉള്ളത് കാരണമാണ് പെട്ടെന്ന് പോകുന്നത്. എനിക്ക് PGൻ്റെ എക്സാം തുടങ്ങുകയാണ്. ഈ 11th തുടങ്ങുന്നത്. അപ്പോൾ കുറേ പഠിക്കാനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ശരിക്കും ഇങ്ങോട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്പം ഈ മുത്തൂൻ്റെ നിക്കാഹും കാര്യമായിട്ട് അതിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പഠിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും അവിടെ ഞാൻ കുറച്ച് ദിവസം പോയി നിന്ന് എനിക്ക് പണ്ടെടുക്കാൻ പോകാനും ഡ്രസ്സ് എടുക്കാൻ പോകാനും അതെല്ലാം ഉണ്ടായിരുന്നു, മെഹർ നോക്കാനൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഫ്രീ ആയതാണ്. പക്ഷെ ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ടൈമും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ പൊതിയാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിചാരിച്ചു. പിന്നെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഒരു പ്രൊഡക്റ്റീവ് വ്ളോഗാണ് ഇന്നത്തേത് എന്ന് പറയുന്നത്. അതായത് സ്റ്റഡീസും ബാക്കി കാര്യങ്ങളും എങ്ങനെയാണ് മാനേജ് ചെയ്യണത് ആ ഒരു രീതിയിലുള്ളൊരു വ്ളോഗാണെന്ന് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ സമയം ഇപ്പോൾ 11 മണി എങ്ങാണ്ടോ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഞാൻ പണികളെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വലിയ പണികളൊന്നും എടുത്തിട്ടില്ല, അടുക്കളയ്ക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ. അതൊക്കെ അമ്മ തന്നെയാണ് നോക്കുന്നത്. കാരണം ഇപ്പോൾ പഠിക്കാനതൊക്കെ ഉടമ്പനോട് പറയും, ഈ എൻ്റെ പണി കഴിച്ചിട്ട് വേഗം കുളിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നോ എന്ന് പറയലാണ് എന്നോട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഹാദീനെ ഇപ്പോൾ നമ്മൾ UKG കഴിഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്ക്ക് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇവിടെ കെംസ് എന്ന് പറഞ്ഞ സ്കൂളാണ് ചേർത്തിട്ടുള്ളത്. CBSE സ്കൂളാണ്. അതിൻ്റെ വലിപ്പത്തരം പറയണതല്ല. പിന്നെ ഒന്നാമത് കെംസിൽ ചേർക്കാനുള്ള കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, എനിക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അത് നല്ലൊരു കംഫർട്ടബിൾ ആണ്. കാരണം എല്ലാത്തിനും ഞാൻ തന്നെ ഓടണം. ഇക്ക നാട്ടിലില്ല, ഇപ്പം പണിക്ക് പോവും. പിന്നെ എന്തെങ്കിലും ഉണ്ട് ഇപ്പാനെ കൊണ്ട് ലീവ് ആക്കിപ്പിക്കൊക്കെ ചെയ്യണം. ഇതാവുമ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ആവണോണ്ടും പിന്നെ എൻ്റെ കോളേജും അടുത്ത് തന്നെ ആയതുകൊണ്ടും പോയി കൊണ്ടുവരാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും നമുക്ക് പോകാനും ഒക്കെ സുഖമായിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് സ്കൂൾ. ഇപ്പം ഉമ്മാക്ക് തന്നെയാണെങ്കിലും പോയി കൊണ്ടുവരാം. മറ്റേത് അങ്ങനെ ആയിരുന്നില്ല. ഉമ്മാക്കാണെങ്കിലും ഇപ്പം പഴയ പോലെ എല്ലൊക്കെ ഒറ്റയ്ക്ക് പോകാനോ അങ്ങനെയൊന്നും. ഒന്നാമത് ഞാൻ വലുതതിന് ശേഷം ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഉമ്മാക്ക് അങ്ങനെ പോയിട്ട് അങ്ങനെ ശീലങ്ങളും ഇല്ല. അപ്പോൾ അതൊക്കെ കുറച്ച് റിസ്ക് ആയിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ അതിനൊക്കെ കംഫർട്ടബിൾ ആണ്. നമുക്ക് ഒന്നാമത് അടുത്താണ്. പിന്നെ മദ്രസ വിദ്യാഭ്യാസം ഉണ്ട്. ആ ഒരു ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭയങ്കര നല്ല രീതിയിൽ തന്നെയാണ് ആ സ്കൂളിൽ ആ ഒരു കാര്യമുള്ളത്. അപ്പോൾ അതിനും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്, മതപഠനത്തിനും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം പോകുമെന്നറിയില്ല. പഠിച്ചവനെ നമ്മളെ കയ്യിൽ അതിനുള്ളതൊക്കെ തരട്ടെ. അപ്പോൾ മാക്സിമം പോയാൽ ഞാൻ വിചാരിക്കണം ഒരു UP വരെയെങ്കിലും ഓന് പോട്ടെ, അവനെ ലാംഗ്വേജൊക്കെ ഒന്ന് ഡെവലപ്പ് ആവട്ടെ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചത്. അപ്പോൾ ഇക്കേം പറഞ്ഞത് എനിക്കിപ്പോൾ ഒരുപാട് മക്കളൊന്നും ഇല്ലല്ലോ പഠിപ്പിക്കാനും ഇതാക്കാനും, ഓൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഓനെ നമുക്ക് നല്ലൊരു തന്നെ കൊടുക്കാം. കേരള സിലബസ് മോശമാണെന്നല്ല ഒരിക്കലും. ഞാനൊക്കെ കേരള സിലബസിലാണ് പഠിച്ചത്. ഞാൻ 2ാം ക്ലാസ് വരെയാണ് CBSE പഠിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എൻ്റെ ഉപ്പാക്ക് കഴിയാത്തൊരു ടൈമിൽ പോലും എൻ്റെ ഉപ്പ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയപ്പോഴാണ് കേരള സിലബസിലാക്കണതും. പിന്നീട് അങ്ങോട്ട് ഫുള്ള് അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ പഠിച്ചതൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പത്തരൊന്നും പറയുകയൊന്നും കാര്യമൊന്നുമല്ല. ഞാൻ പറയാം ഇങ്ങനെ ഒരു പുതിയ സ്കൂളിലാണ് അതിനെ ചേർത്തിയിട്ടുള്ളത് എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് ഹിന്ദി ഉണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തന്നെ ഹിന്ദി ഉണ്ടാവുമല്ലോ CBSE ആകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. പൊതുവേ എനിക്ക് അറബിനോട് ഒരു വിമിഷ്ടം ഉണ്ടായിരുന്നു. അത് എന്താണെന്നറിയില്ല, പുതിയൊരു സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് ചേരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ഇതായിരിക്കും. കാരണം മലയാളം ഇംഗ്ലീഷൊന്നും എഴുതണേയും വായിക്കണേയും പോലെ അല്ലല്ലോ അറബീൻ്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇനിയും ഇപ്പോൾ പുതിയ അക്ഷരങ്ങൾ പഠിക്കാനായിട്ടുണ്ട് ഹിന്ദി. അപ്പോൾ ഹിന്ദി ഓനെ കേട്ടാൽ മനസ്സിലാവും, കുറച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇക്കാനടുത്ത് പോയി നിന്നിട്ട് ഇക്കാനെ ഷോപ്പിൽ
ഉള്ള ഹിന്ദി സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓരോടൊക്കെ ഓൻ എന്തൊക്കെയൊക്കെ പറയും. എനിക്കറിയാം ഓനക്ക് സംസാരിക്കാൻ ഭാഷന്റെ ഒന്നും ആവശ്യമില്ല. ഓന് നല്ലോണം സംസാരിക്കും. ഓന് അങ്ങനെ എന്റെ പോലെ തോന്നുന്നു നല്ലോണം സംസാരിക്കും. ഇക്ക അങ്ങനെ പൊതുവെ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കണ ഒരു ടൈപ്പല്ല, കുറച്ച് സൈലന്റ് ആണ്. പക്ഷെ ഇക്കാന്റെ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് സ്വഭാവമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും സംസാരം എൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ ഒരു പരിചയക്കെടുമില്ലാതെ സംസാരിക്കും. ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോന്നപ്പോൾ ഫ്ലൈറ്റിൽ ഞങ്ങളെ ഫ്രണ്ടില് ഫസ്റ്റ് ഞങ്ങൾ അബുദാബിയിലാണല്ലോ ഇറങ്ങിയത്. അപ്പൊ അവിടെ ഞങ്ങളെ ഫ്രണ്ടിൽ തന്നെ ഒരു താത്തയും കുട്ടികളും ഇരിക്കണ്ടായിരുന്നു. ഒരു തമിഴ സംസാരിക്കണേ. അപ്പൊ ഇവരോട് ഇങ്ങനെ സംസാരിച്ച് ഞാൻ വിചാരിച്ചു ഇവനെ എവിടുന്ന റബ്ബെ തമിഴ് പഠിച്ചത്. അപ്പൊ എന്നിട്ട് എന്നോട് ഒരു പറഞ്ഞു പാപ്പ നല്ല ഇருக்கு ഇതൊക്കെ പറഞ്ഞു ഓരെ കുറിച്ചിട്ട്. അപ്പൊ അവന്റെ പേരെന്താന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ ഇക്കാനോട് അങ്ങനെ പറഞ്ഞു നിങ്ങളെ മകൻ എന്തായാലും സംസാരിക്കാനേ ഭാഷന്റെ ആവശ്യമില്ല, എല്ലാവരുടെ അടുത്തും പോയിട്ട് മിങ്കിളായിക്കോളും എന്നൊക്കെ പറഞ്ഞപ്പോ സുഖാവുന്ന് ഞാൻ പ്രതീക്ഷിക്കണു. ഹിന്ദി പുതിയൊരു അക്ഷരങ്ങൾ പഠിക്കാനായിരിക്കും മേ ബി ബുദ്ധിമുട്ടുണ്ടാവുക. അവനക്ക് സംസാരിക്കാൻ സ്പോക്കൺ ഹിന്ദി അവന് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ആ ഒരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ പൊതുവേ എനിക്കൊക്കെ ഹിന്ദി ഭയങ്കര സുഖമാണ്. അപ്പോൾ ഇന്ത്യയൊക്കെ പോലെയാണെങ്കിൽ ഓക്കെ ആവും. ഞാൻ ഡിഗ്രിക്കൊക്കെ ഹിന്ദി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹിന്ദി ഭാഷകൾ പൊതുവെ കൈകാര്യം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഈസിയാണ്. ഞാനും നിഷയൊക്കെ അങ്ങനെ തന്നെ. എവിടെ ചെന്നാലും പെട്ടെന്ന് ലാംഗ്വേജ് ഞങ്ങൾ ക്യാച്ച് ചെയ്യും. തമിഴ് സംസാരിക്കും, ഹിന്ദി സംസാരിക്കും. നിഷ ഇപ്പോൾ അവിടെ പോയതുകൊണ്ട് കന്നഡയും സംസാരിക്കും. എനിക്ക് കന്നഡ അറിയില്ല, കന്നഡ ಗೊತ್ತಿಲ್ಲ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ എന്തായാലും അപ്പൊ നമ്മുടെ വ്ളോഗൊക്കെ വരാം. കുറെ സംസാരിച്ചു എന്തൊക്കെയോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം ഹാദിന്റെ ബുക്സ് കാണിക്കാം. അപ്പോ ഇതാണ് ബുക്ക് കേട്ടോ. ഇതില് മദ്രസത്തെ ബുക്കും സ്കൂളത്തതും നോട്ട് ബുക്സും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനൊരു കവറായിട്ടാണ് എല്ലാ സംഭവങ്ങളും കിട്ടിയത്. എല്ലാം സ്കൂളിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഞാൻ പുറത്ത് പോയിട്ട് നോട്ട്ബുക്കും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ അതിൽ ഞാൻ അത്യാവശ്യമുള്ളവർക്ക് ഇപ്പൊ പഠിക്കാനുള്ള കുറച്ച് ബുക്സ് ആണ് ഇപ്പൊ പൊതിയേണ്ടത്. എന്റെ അടുത്ത് കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുണ്ടായിരുന്ന പൊതി ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് കുറച്ച് പൊതിയെന്ന് വിചാരിച്ചു. ഇനി ആവശ്യമാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവരാൻ പറയാന്നുള്ള ഇതിലാണ്. പിന്നെ അതേപോലെ തന്നെ ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങുന്നില്ല. കിറ്റ് വാങ്ങണം അവനക്ക്. ബാഗ് UKGക്ക് വാങ്ങിയതായിരുന്നു. LKGക്കും കൊണ്ടുപോയത്, അങ്കണവാടിയും കൊണ്ടുപോയതാണ് LKG കൊണ്ടുപോയത്. അപ്പൊ ഇനിയിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്ക്ക് UKGത്തെ ബാഗിന് ഒരു കേടുമില്ല. പുതിയത് എന്തിനാ അങ്ങനെ വർഷം ബാഗുകൾ വാങ്ങണതിന്റെ ആവശ്യമുണ്ട് തോന്നണില്ല. അപ്പോൾ അങ്ങനെ തോന്നാത്തത് കൊണ്ട് ബാഗ് എന്തായാലും തവണയും കൂടെ അതന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ആ ബാഗ് തന്നെയാണ് തവണയും കൂടെ കൊടുത്തയക്കുന്നത്. അതിന് വേറെ കേടുപാടുകളൊന്നും ഇല്ലെങ്കിൽ അടുത്ത വർഷം തന്നെ കൊടുത്തേക്കും. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ പഠിച്ചത്. അപ്പോൾ അങ്ങനെ അപ്പൊ ഇനിയിപ്പോൾ എന്തായാലും ഇത് പൊതിയാനുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങാം. അപ്പോൾ ഇതങ്ങനെ ഞാൻ ബുക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 6-7 ബുക്ക് ഉണ്ട് തോന്നുന്നത്. അപ്പോൾ അത്രയും പൊതിയാനുള്ള കവർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും എല്ലാത്തിലും നെയിം സ്ലിപ്പ് എല്ലാം ഒട്ടിച്ച് പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഉണ്ട്. ഇനി നോട്ട് ബുക്സും പിന്നെ കുറച്ചും എൻ്റെ വർക്ക് ബുക്കുകളും ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഇനിയിപ്പോൾ ഇന്ന് പാനെടുത്തത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ബാക്കിയും കൂടെ കവർ ചെയ്ത് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതിനിടക്ക് നിസ്കാരവും ചോറ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അസറിന് വാങ്ങി കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ വിചാരിച്ചു എനിക്ക് ആദ്യം എന്തെങ്കിലും പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് വെക്കും. എന്നാലാണ് അതിൽ എത്രത്തോളം ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കല്. അപ്പൊ ഇതാണ് എന്റെ പ്ലാനർ കേട്ടോ. ഇതിന്റെ ഒരു ഷോർട്ട് ഞാൻ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു റിവ്യൂ. ഈ ഒരു സംഭവം ഞാൻ ജാനുവരിക്ക് എന്ന് പറഞ്ഞിട്ട് ഡിസംബറിൽ ഓർഡർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ജാനുവരി തുടങ്ങിയിട്ടാണ് ഞാനിത് ഓർഡറൊക്കെ ചെയ്തത് കേട്ടോ. അപ്പൊ ഇതിൽ അധികമൊന്നും എഴുതിയിട്ടില്ല. ഞാൻ ഇവിടുന്ന് പോയപ്പം ഈ സംഭവം കൊണ്ടാവണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ കുറച്ച് ലഗേജ് കൂടുതലായത് കാരണം കുറച്ച് സംഭവങ്ങൾ ഞാൻ ഇവിടെ വെച്ചതിൽ ഇതും പെട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്റെ പ്ലാനറും എന്റെ ഡയറിന്റെ കൂടെ ഇല്ലാത്തത്. കാരണം എപ്പോഴും ഞാനിങ്ങനെ എന്തെങ്കിലും എഴുതിക്കൊണ്ടും പ്ലാൻ ചെയ്തുകൊണ്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ അധികം എന്റെ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പൊ അതൊരു ഭയങ്കര നല്ലൊരു പ്ലാനറാണ്. ഇതിനെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇതിനെ കുറിച്ചൊരു ഷോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഷോർട്ട് ഞാൻ എന്റെ ലിങ്ക് വേണേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പൊ അതിൽ ടോപ്പ് ഗോൾസ് എന്തൊക്കെയാണ് എഴുതാനുള്ളതുണ്ട്. പിന്നെ
സ്കിൽസ് ഐ വോണ്ട് ടു അക്വയർ ദിസ് ഇയർ. എന്തൊക്കെ സ്കില്ലുകളാണ് ഞാൻ ഈ ഒരു വർഷത്തിൽ ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ആണ്, ഏതൊക്കെ പ്ലേസസ് ആണ് അത് ഞാൻ എഴുതിയത് അതേപോലെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എഴുതിയ പ്ലേസ് മക്ക ആൻഡ് മദീന എന്നാണ്. ഇത് നിങ്ങൾക്ക് എന്താ പറയണത്, സെൽഫി ക്യാം ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചായിരിക്കും കാണുന്നത്. പക്ഷെ അത് ഞാൻ ശരിക്കും മാനിഫെസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് 1-2 വീഡിയോസിനിടയിലൊക്കെ ഞാൻ കമന്റ്സ് കണ്ടു, എന്താണ് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. എന്തായാലും ഞാൻ അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യും. കാരണം അത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. പരീക്ഷിച്ച് നോക്കി എൻ്റെ ലൈഫിൽ അത് ഞാൻ നേടിയെടുത്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് യൂണിവേഴ്സ് തന്നെ നമ്മൾ കൂടെ നിൽക്കും എന്ന് കേട്ടിട്ടില്ലേ, നമ്മുടെ ആൽക്കമിസ്റ്റിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് എൻ്റെ ലൈഫിൽ ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്തായാലും ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ പ്ലാനറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ പ്ലാൻ ചെയ്യാൻ, നമ്മൾ ഡെയിലി മൺഡേ എല്ലാ ടാസ്കുകൾ നമ്മൾ ചെയ്തോ എന്നൊക്കെ നോക്കിയിട്ട് ടിക്കിടാനും ഉള്ള കോളങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ടാസ്കുകൾ എന്നൊക്കെ എഴുതാനുള്ളതുകൊണ്ട്, പിന്നെ അതിന് അടിയിൽ മന്ത്ലി കോൾസ് ഉണ്ട്. ഓരോ വീക്ക് ബൈ വീക്ക് ആയിട്ടുള്ള ഇതാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ നമുക്ക് പ്രത്യേകിച്ച് നോട്ട്സ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ട്സ് ചെയ്യാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു എന്താ പറയുക, നല്ല ഇങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ട് ലൈഫ് കൊണ്ടുപോകണം എന്ന് കരുതണവർക്ക് പറ്റിയ ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. അത് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിയതാണ്. അപ്പോൾ ഈ ഒരു കളർ തന്നെ കിട്ടണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അതൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഭയങ്കര രസമുള്ള ഒരു കളറാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിന് മണവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പം അങ്ങനെ എനിക്ക് ആദ്യം കുറച്ച് പ്ലാൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഓരോ ദിവസവും ഇനിയിപ്പോൾ ഇങ്ങനെ പ്ലാനിങ്ങിൽ കൊണ്ടുപോകണം. കാരണം ക്ലാസ് തുടങ്ങാറായി. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളും പിന്നെ കുറച്ച് പഠനം ഒക്കെയാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് കേട്ടോ. സ്റ്റഡീൻ്റെ ഇടയിൽ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു നൊസ്റ്റു സംഭവം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ അലീസ എന്ന് പറയും, നിങ്ങൾ അവിടെ എന്താ പറയാറില്ല കേട്ടോ. അത് ഞാൻ പ്രസവിച്ചെടുക്കുമ്പം എനിക്ക് ആ താത്ത ഉണ്ടാക്കി തന്നിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നുറുക്ക് ഗോതമ്പും പിന്നെ അതുപോലെ നമ്മുടെ ചെറുപയർ പരിപ്പും ഒക്കെ ഇട്ടിട്ട് നെയ്യൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാലും നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ നല്ല മഴ പെയ്ത് തോർന്നിരിക്കുന്ന സമയമായിട്ടപ്പോൾ എനിക്കത് ഭയങ്കര എന്തോ ഒരു നൊസ്റ്റു അടിച്ചപ്പോൾ ഞാൻ മനോട് പറഞ്ഞു, ഉമ്മ സംഭവം ഉണ്ടാക്കി തരുവച്ചപ്പോൾ ഉമ്മ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈച്ചുണ്ടോ? ഞങ്ങളവിടെ ഈച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതാട്ടോ അങ്ങനെ തട്ടി മാറ്റുന്നത്. മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഈച്ച മസ്റ്റാണല്ലോ. അപ്പോൾ നല്ല ചൂട് ചായയും നല്ല ചൂടിൽ ഇതിങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് ഞാനങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ ചായ കുടിയും അതുപോലെ പുസ്തകം പൊതിയലും പഠനവും ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പഠനം ഇനി ഒരുപാട് പഠിക്കാണ്ട്, പക്ഷേ ഇന്നത്തെ ഒരു കോട്ട ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി ബാക്കി രാത്രിയാണ് ഞാൻ നോക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. കമൻറ്റും ലൈക്കാണ് നമുക്ക് കുറവിട്ട് വ്യൂ ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇത് കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്ത് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ തന്നെ വേണം. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.